കുട്ടികളുടെ കാര്യത്തില് തീരുമാനമൊന്നും പറഞ്ഞില്ല. എന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് 2 കുട്ടികൾ മതി. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്നെ കൊണ്ട് വലിയ പെറ്റി ഒരുക്കി കൂടാൻ പറ്റി. പറഞ്ഞ ഒരു ഫ്ലോയിൽ പറഞ്ഞു. നമ്മളവിടെ പറഞ്ഞു നിർത്തിയേ 2 കുട്ടികൾ മതി. 2 മതി. എനിക്ക് ഡിമാൻഡ് 2 നമുക്ക് നിർത്തും. പിന്നെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്തുവാ? എന്റെ അമ്മയച്ഛനെ പൊന്നുപോലെ നോക്കണം. അമ്മായിയച്ഛൻ പോരുണ്ടാക്കരുത്. ഇല്ല, അച്ഛനെ പൊന്നു പോലെ നോക്കില്ല. എന്റെ പൊന്നച്ഛനെ പോലെ നോക്കില്ലേ? എന്നാ ഞാൻ നിനക്കൊരു വാക്ക് തരാം. എന്തുവാ? ഏത് പാതിരാത്രിയിലും നിനക്ക് രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാം. എന്റെ ചെറുക്കനെന്നറിയുമ്പോ ഒരാളും നിന്റെ മാനത്തിന് വില പറയില്ല. എന്റെ ദേവിയെ, എനിക്ക് ഈ വാക്ക് കേട്ടാ മതി. ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ട് നിന്നാ മതിയോ? കാരണവരായിട്ട് ഡിസ്കസ് ചെയ്യണ്ടേ? അത് ചെയ്യാം. അച്ഛനെ വിളിക്ക്. അയ്യോ, അച്ഛൻ ഇവിടെ ഇല്ല. എവിടെ പോയി? അച്ഛൻ ഒരു 6 മാസത്തെ പണിക്ക് വേണ്ടി പോയിക്കോണേ. മിക്കവാറും രാത്രി എത്തുന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പൊ വലിയ പണിയായിരിക്കുമല്ലോ. വലിയ പണിയായിട്ടല്ല, അച്ഛനാണെങ്കിൽ കെട്ടിടം പണിയാണേ. അതെ. അച്ഛനാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒടുക്കത്ത ആവേശം. അങ്ങനെ ആവേശം മൂത്ത് അച്ഛൻ ഒരു കെട്ടിടം കെട്ടിടത്തിന് മേലെത്തി. എന്നിട്ട് താഴോട്ടിറങ്ങാനുള്ള പടി കെട്ടാൻ മറന്നു.